പാർലമെന്റിൽ വെടിയുതിർത്ത അക്രമിയെ കീഴ്പ്പെടുത്തിയ പോലീസ് ഓഫീസർ കെവിൻ വിക്കേഴ്സിനെ അനുമോദിച്ചുകൊണ്ടും കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുമായിരുന്നു സഭാ നടപടികൾ തുടങ്ങിയത്. ജനങ്ങൾക്കിടയിൽ ഭീതി പരത്താനാണ് തീവ്രവാദികൾ ലക്ഷ്യമിട്ടതെന്ന് പ്രധാനമന്ത്രി സ്റ്റീവൻ ഹാർപ്പർ പറഞ്ഞു. ശക്തമായ നിയമത്തിലൂടെ ഇതിനെ നേരിടും. That our laws and police powers need to be strengthened in the area of surveillance, detention and arrest. They need to be much strengthened. And I assure you, Mr. Speaker, that work which is already underway will be expedited. സംശയമുള്ളവരെ നിരീക്ഷിക്കാനും വേണ്ടിവന്നാൽ അറസ്റ്റ് ചെയ്യാനും അധികാരം നൽകുന്ന പുതിയ നിയമത്തെക്കുറിച്ചാണ് കാനഡ ആലോചിക്കുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്നലെ കനേഡിയൻ പോലീസ് പുറത്തുവിട്ടു. IS അനുഭാവിയായ മൈക്കൽ സിഹാഫ് ബിബിയുവാണ് അക്രമിയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സിറിയയിലേക്ക് പോകാൻ സിഹാഫ് പദ്ധതിയിട്ടിരുന്നതായി ഇയാളുടെ മാതാവിനെ ഉദ്ധരിച്ച് പോലീസ് പറഞ്ഞു. IS-നെതിരായ സൈനിക നീക്കത്തിൽ അമേരിക്കയുമായി സഹകരിക്കാൻ കാനഡ തീരുമാനിച്ചതാണ് ആക്രമണത്തിന് പ്രകോപനമെന്ന് കരുതുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.